എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണല്ലോ ശനീശ്വരൻ. നവംബർ 28 മുതൽ ശനിയുടെ സഞ്ചാരത്തിൽ നിർണായകമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി വക്രഗതിയിൽ, അതായത് പുറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി ഇപ്പോൾ തന്റെ നേർരേഖയിലുള്ള സഞ്ചാരം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനെയാണ് ശനി വിപരീത രാജയോഗമെന്ന് വിശേഷിപ്പിക്കുന്നത്. ശനി നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന കർമ്മകാരകൻ കൂടിയാണ്. ശനി നൽകുന്ന ഗുണഫലങ്ങൾ എപ്പോഴും സ്ഥിരതയുള്ളതായിരിക്കും. അതായത് ശനി നൽകുന്നതൊന്നും അദ്ദേഹം തിരിച്ചു വാങ്ങില്ല. ഇപ്പോൾ ശനി പൂർണ്ണ ബലവാനായി മാറുന്നതോടെ കഴിഞ്ഞ കുറെ കാലമായി തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും വേഗത്തിലാകും. ഇത് ഒരു വിധിഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നന്മ ചെയ്യുന്നവർക്ക് ഈ കാലഘട്ടം രാജയോഗ സമാനമായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റം 2026 വർഷത്തിൽ ചില പ്രത്യേക രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ കൊണ്ടുവരും. അത്തരത്തിലുള്ള 14 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. മകരം രാശിയിലുള്ള ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഇത് ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണ്. നിങ്ങളുടെ രാശ്യാധിപനായ ശനി 3ാം ഭാവത്തിൽ നേർഗതിയിൽ സഞ്ചരിക്കുന്നത് വഴി വലിയ ആത്മവിശ്വാസം കൈവരും. സാമ്പത്തിക പ്രതിസന്ധികൾ പൂർണ്ണമായും വിട്ടുമാറും. കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. പണം സമ്പാദിക്കാനും അത് കൂട്ടാനും അവസരങ്ങളുണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറും. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളുകളെ ശനി എപ്പോഴും ഗുണഫലം നൽകി അനുഗ്രഹിക്കും. 10ാം ഭാവത്തിന്റെ അധിപനായ ശുക്രൻ നിങ്ങളുടെ ശ്രമങ്ങൾക്ക് കൂടുതൽ അനുകൂല ഫലം നൽകും. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ദമ്പതികൾക്കിടയിലെ പിണക്കങ്ങൾ മാറി സ്നേഹം വർദ്ധിക്കും. മകരം രാശിക്കാർക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ഗാർഹിക ജീവിതം ലഭിക്കും. ഇടവൻ രാശിയിലുള്ള കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർക്ക് ഭാഗ്യദേവത കനിഞ്ഞു നൽകുന്ന സമയമാണിത്. നിങ്ങൾ ചെയ്യുന്ന 10% പരിശ്രമത്തിന് 100% ഫലം ലഭിക്കുന്ന കാലമാണ്. മുടങ്ങിപ്പോയ പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാം. അനാവശ്യ ചെലവുകൾ കുറയും. കയ്യിൽ പണം വന്നു ചേരുകയും അത് സേവ് ചെയ്തു വെക്കുവാൻ സാധിക്കുകയും ചെയ്യും. ശനിയുടെ അനുഗ്രഹങ്ങൾ സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കാം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിനനുസരിച്ച് നല്ല ലാഭം നേടാൻ ഈ നില നിങ്ങൾക്ക് സഹായകമാകും. നിങ്ങളുടെ ജോലി സാഹചര്യം സുരക്ഷിതവും അനുകൂല ഫലം നൽകുന്നതുമായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലി മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. തുലാം രാശിയിലുള്ള ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ശനി എപ്പോഴും ശുഭകാരിയാണ്. ഉപജയസ്ഥാനത്തുള്ള ശനി ശത്രുക്കളുടെ നാശത്തെ സൂചിപ്പിക്കുന്നു. സാമ്പത്തികമായി ശക്തവും സ്ഥിരതയുള്ളതുമായിരിക്കും. പണം ലാഭിക്കാനും സേവ് ചെയ്തു വെക്കുവാനും സാധിക്കും. സ്ഥിരമായ നേട്ടങ്ങൾ, സമ്പാദ്യങ്ങൾ, സാമ്പത്തികമായ സുരക്ഷ എന്നിവയുണ്ടാകും. നിങ്ങളെ എതിർത്തവർ അപ്രത്യക്ഷരാകും. കേസ്, കോടതി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരും. നിങ്ങളുടെ ആത്മാർത്ഥതയും സ്ഥിരതയും അംഗീകാരവും വിജയവും കൊണ്ടുവരും. നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ കഷ്ടപ്പാടിനെ വിലമതിക്കും. അതുപോലെ നിങ്ങളുടെ ജോലി ചെയ്യുന്ന രീതി മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറിയേക്കാം. പിതൃസ്വത്ത് ലഭിക്കുവാൻ യോഗമുണ്ട്. മുടങ്ങിപ്പോയ വീട് പണി ഈ സമയം പൂർത്തിയാക്കുവാൻ സാധിക്കും. കുട്ടികളുടെ പഠന കാര്യത്തിലും കരിയറിലും വലിയ പുരോഗതി ഉണ്ടാകും. അവർ മുഖേന നിങ്ങൾക്ക് വലിയ ബഹുമാനം ലഭിക്കും. വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനി പൂർവ്വ പുണ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കാണാൻ സാധിക്കും. സഹോദരങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ബിസിനസ്സിന് ഈ വർഷം അത്യധികം ശക്തമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും വ്യാഴത്തിന്റെ അനുകൂല സ്ഥാനം പിന്തുണ നൽകും. ഇത് തടസ്സങ്ങളെ കൈകാര്യം ചെയ്യുവാനും കാര്യങ്ങളുടെ ഏകോപനത്തിനും നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ സാമ്പത്തിക നില ഗണ്യമായി മെച്ചപ്പെടുകയും വരുമാനത്തിന് സ്ഥിരതയുണ്ടാവുകയും ചെയ്യും. സ്ഥലം വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും.
നിരാശ മാറി ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും. കർക്കിടകൻ രാശിയിലുള്ള പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഭാഗ്യസ്ഥാനത്തുള്ള ശനിയുടെ സഞ്ചാരം വലിയ ആശ്വാസമാണ് നൽകുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾ വിട്ടുമാറും. ജോലിയുടെയും തൊഴിൽ മേഖലയുടെയും കാര്യത്തിൽ കർക്കിടകൻ രാശിക്കാർക്ക് ഈ വർഷം ഗുണങ്ങൾ ലഭിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ടാകും. വിവാഹകാര്യങ്ങളിൽ തടസ്സം നേരിട്ടവർക്ക് അനുയോജ്യരായ പങ്കാളിയെ ഈ കാലയളവിൽ ലഭിക്കും. കർക്കിടകൻ രാശിക്കാർക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് രോഗമുക്തി ലഭിക്കുകയും ഉന്മേഷം കൈവരികയും ചെയ്യും. ജ്യോതിഷം ഒരു മാർഗനിർദ്ദേശമാണ്. നിങ്ങളുടെ കർമ്മവും ഈശ്വരാനുഗ്രഹവുമാണ് ഏറ്റവും പ്രധാനം. ഇവിടെ പറഞ്ഞത് രാശി അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലമാണ്. കൂടുതൽ കൃത്യമായ കാര്യങ്ങൾക്കായി നിങ്ങളുടെ ജനന ജാതകം കൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ജാതകത്തിലെ ദശയും അപഹാരവും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. നവഗ്രഹങ്ങളുടെയും അനുഗ്രഹത്താൽ ഈ ശനിമാറ്റം വരുന്ന 2026 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ധനസമ്പന്നതയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഹരി ഓം.